അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ്, മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 2ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇസ്മുൽ വഹ്ദ യൂണിറ്റിന്റെ നെയിം എന്താണ്? അൽ വതനുൽ ഹബീബ്. വത്വനുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യം, ഹബീബ് പ്രിയപ്പെട്ട രാജ്യം. മാ വതനുകുമുൽ ഹബീബ്, നിങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യം ഏതാണ്? ഇന്ത്യ അല്ലേ? നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. മാ ഹുവ ബലദുക്കൽ മുഫല്ലൽ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം ഏതാണ്? അൽ ഹിന്ദ്. നമ്മള് പ്രതിജ്ഞയിൽ പറയുന്നതാണ് അൽ ഹിന്ദ് വത്വനി, ഇന്ത്യ എന്റെ രാജ്യമാണ്. വൽ ഖുനൂദു കുല്ലുഹും ഇഹ്വതി വ അഹ്വാതി, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഉഹിബ്ബു വത്വനി, ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ലിമാദാ തുഹിബ്ബൂന ഹാദൽ വത്വൻ, ഈ രാജ്യത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? അൽ വതനുൽ ഹസീസ്, പ്രിയപ്പെട്ട നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. നുഹിബ്ബുഹു, നമ്മൾ അതിനെ ഇഷ്ടപ്പെടണം. വനഫ്തഹിറു ബിഹി, നമുക്കതുകൊണ്ട് അഭിമാനം കൊള്ളുകയും ചെയ്യാം. വനുഹാഫിളു അലൈഹി, അതിനെ നമ്മൾ സംരക്ഷിക്കുകയും വേണം. ഇതിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ദർസുൽ അവൽ, 1ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? യൗമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ ദിനം, യൗമുൽ ഇസ്തിഖ്ലാൽ. ദർസുസാനി, 2ാമത്തെ ചാപ്റ്ററിന്റെ ഇസ്മ എന്താണ്? അലമുൽ ഹിന്ദി, ഇന്ത്യൻ പതാക, ഇന്ത്യൻ ഫ്ലാഗ്. ദർസുസാലിസിന്റെ പേരെന്താണ്? 3ാമത്തെ ചാപ്റ്റർ വത്വനി, എന്റെ രാജ്യം, മൈ കൺട്രി. പേജ് നമ്പർ 52 എന്താണെന്ന് നോക്കാം. മാദാ തറൗന ഫിസ്സൂറ, ഈ പിക്ചറിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? നെറ ജുന്ദിയൻ, നമുക്കൊരു സൈനികനെ കാണാമല്ലേ? യഹ്മിലു തിഫ്ലൻ, അദ്ദേഹം ഒരു കുട്ടിയെ എടുത്തിട്ടുണ്ട്. ബൈന യദൈഹി ബിഹനാനിൻ, വാത്സല്യത്തോടു കൂടി അയാളുടെ കൈകളിൽ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. വയഖൂലു ലിൽ തിഫ്ലി, എന്നിട്ട് അയാൾ ആ കുട്ടിയോട് പറയുന്നത് എന്താണെന്ന് നോക്കൂ. അൻത ഫീ യദി, നീ എന്റെ കയ്യിൽ. ആമിനത്തിൻ, നിർഭയനാണ്, സുരക്ഷിതനാണ്, നീ സുരക്ഷിതമായ കൈകളിലാണ് എന്ന് പറയുകയാണ്. ജുനൂദുകള് ലാ യഹ്മിലൂനൽ വത്വനി ഫഖത്ത്, രാജ്യത്തെ മാത്രം സംരക്ഷിക്കുക മാത്രമല്ല ഇവര് ചെയ്യുന്നത്. ബൽ, എന്നാൽ യഹ്മൂനന്നാസ അയ്ളൻ, ജനങ്ങളെയും അവര് സംരക്ഷിക്കുന്നുണ്ട്. വയംനഹൂനഹും അൽ അമാൻ, ജനങ്ങൾക്ക് അവര് നിർഭയത്വം നൽകുകയും ചെയ്യുന്നു. അൽ ജുന്ദിയു, സൈനികൻ എന്ന് പറഞ്ഞാൽ റംസുൻ, അടയാളമാണ്. ലിത്തൽഹിയത്തി, ത്യാഗത്തിന്റെ. ഏത് പ്രതിസന്ധിയിലും രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി സംരക്ഷണ വലയം തീർക്കുന്നു, സംരക്ഷണം നൽകുന്നവരാണ് സൈനികര്. അൽ ഹിമായത്തു വൽ അമലു ഫിസ്സലാമി വൽ ഇസ്തിഖ്ലാൽ, സൈനികന് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ സമാധാനത്തിനും സലാമിനും അമല് പ്രതീക്ഷയും രക്ഷകനുമാണ്. പേജ് നമ്പർ 53 എന്താണെന്ന് നോക്കാം. മാദാ തറൗന ഫിസ്സൂറ, ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കാണാം അല്ലേ? ടീച്ചർ ക്ലാസ്സിൽ വന്നാൽ ഫസ്റ്റ് നിങ്ങളോട് എന്താണ് പറയാറുള്ളത്? അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ എന്താവും? സബാ ഉൽ ഖൈർ, അല്ലെങ്കിൽ മസാ ഉൽ ഖൈർ എന്നൊക്കെയാവും അല്ലേ? ഇവിടെ നോക്കൂ, ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? കൈഫൽ ഹാൽ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? കുട്ടികൾ എന്താണ് അതിന് മറുപടി പറഞ്ഞതെന്ന് നോക്കൂ. ബിഖൈർ, നല്ല തന്നെയാണ്. അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ടീച്ചർ പറയുകയാണ്, അബ്നാഇ, എന്റെ മക്കളെ, നഹ്തഫിലു, നമുക്ക് ആഘോഷിക്കാം. ബിയൗമിൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനം നമുക്ക് ആഘോഷിക്കണം. ഫിൽ ഉസ്ബൂഇൽ ഖാദിമി, ഉസ്ബൂ ആഴ്ച, അൽ ഖാദിമി, വരുന്ന ആഴ്ചയിലാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം വരുന്നത്. നമ്മളുടെ അടുക്കലുണ്ട് കസീറുൻ, ധാരാളം, മിനൽ ബറാമിജി, പ്രോഗ്രാമുകള്, നമുക്ക് കുറെ പ്രോഗ്രാമുകളുണ്ട്.
അതുപോലെ ഇഅ്ദാദുൽ അലമി, ഇഅ്ദാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കല്, അലമുൻ എന്ന് പറഞ്ഞാൽ പതാക, ഫ്ലാഗ് മേക്കിംഗ്, ഇഅ്ദാദുൽ അലമി. അതുപോലെ തന്നെ വഇഅ്ദാദുൽ മജല്ല, മജല്ല എന്ന് പറഞ്ഞാൽ മാഗസിൻ, മാഗസിൻ തയ്യാറാക്കലും. വത്തംസീൽ ചിത്രീകരണവും. വൽ ഇൻഷാദു, ഇൻഷാദ് എന്ന് പറഞ്ഞാൽ സോങ്ങും. വഗൈറുഹ അവയല്ലാത്തതുമായ ധാരാളം പ്രോഗ്രാമുകൾ നമുക്കുണ്ട് എന്ന് ടീച്ചർ കുട്ടികളോട് പറയുകയാണ്. മൻ യുശാരിക്കു ആരാണ് പങ്കെടുക്കുക, ഫി തംസീലി ചിത്രീകരണത്തിൽ ആരാണ് പങ്കെടുക്കുക എന്ന് ടീച്ചർ ചോദിക്കുകയാണ്. ആ സമയത്ത് ഒരു കുട്ടി പറയുകയാണ് അന, ഞാൻ. എഴുന്നേറ്റ് നിന്ന് പറയാണ് അന, ഞാൻ. സ ഉമസ്സിലു ഞാൻ അഭിനയിക്കാം മഹാത്മാഗാന്ധിയെ, ഞാൻ മഹാത്മാഗാന്ധിയായിട്ട് അഭിനയിക്കാം എന്നൊരു കുട്ടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ടീച്ചർക്ക് സന്തോഷമായി. അഹ്സൻ തയ അജ്മൽ, വെരി ഗുഡ്, വളരെ നല്ലത് അജ്മൽ എന്ന് അവനെ പുകഴ്ത്തി പറഞ്ഞു. അപ്പൊ വേറൊരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് സ ഉമസ്സിലു ജവഹർലാൽ നെഹ്റു, ഞാൻ നെഹ്റുവായിട്ട് അഭിനയിക്കാം എന്ന് വേറൊരു കുട്ടി പറഞ്ഞു. അപ്പൊ ടീച്ചർ പറയുകയാണ് തൊയ്യിബ് യാ രാഹുൽ, രാഹുലേ വളരെ നല്ലത് എന്ന് ടീച്ചർ മറുപടി പറഞ്ഞു. പേജ് നമ്പർ 55. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത് ടീച്ചർ കാണുകയാണ്. അപ്പൊ ടീച്ചർ ചോദിക്കുകയാണ് മാതാ തുഫക്കിറു, എന്താണ് ചിന്തിച്ചു നിൽക്കുന്നത് യാ സൽമാനു, എന്താണ് ചിന്തിക്കുന്നത് എന്ന് സൽമാനോട് ടീച്ചർ ചോദിച്ചു. ആ സമയത്ത് സൽമാൻ പറയുകയാണ് സ അകൂനു, ഞാനായിത്തീരും ജുന്ദിയൻ, ഞാനൊരു സൈനികനാവാം എന്ന് ആരാണ് പറഞ്ഞത്? സൽമാൻ പറഞ്ഞു. നുറാജി ഉ നമുക്ക് മടങ്ങാം, അന്നസ ടെക്സ്റ്റിലേക്ക്, വനക്തുബു നമുക്ക് എഴുതുകയും ചെയ്യാം. എന്താണ് എഴുതേണ്ടത് നോക്കൂ. മാ ബറാമിജു എന്ത് പ്രോഗ്രാമുകളാണ്, യൗമിൽ ഇസ്തിക്ലാൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് എന്തൊക്കെ പ്രോഗ്രാമാണുള്ളത്. ഇഅ്ദാദുൽ അലമി, ഇഅ്ദാദ് തയ്യാറാക്കൽ, അലം പതാക, ഫ്ലാഗിന്റെ നിർമ്മാണം. ഇഅ്ദാദുൽ അലം, ഇഅ്ദാദുൽ മജല്ല മാഗസിൻ, മജല്ല എന്ന് പറഞ്ഞാൽ മാഗസിന്, ഇഅ്ദാദ് നിർമ്മാണം, മജല്ല മാഗസിൻ തയ്യാറാക്കല്, പതാക നിർമ്മാണം. തംസീൽ നാടകം, ചിത്രീകരണം. അൽ ഇൻഷാദ് പാട്ട് പാടല്, സോങ്ങും ഒക്കെയുണ്ട്. പേജ് നമ്പർ 56 എന്താണെന്ന് നോക്കാം. നതഹദ്ദസു നമുക്ക് സംസാരിക്കാം, വനക്തുബു നമുക്ക് എഴുതുകയും ചെയ്യാം. മൻ ആരാണ്, യുമസ്സിലു അഭിനയിക്കുന്നത്, മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി ആയിട്ട് അഭിനയിക്കുന്നത് ആരാണ്? അജ്മൽ, അജ്മലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മൻ ആരാണ്, യുമസ്സിലു ജവഹർലാൽ നെഹ്റു, നെഹ്റു ആയിട്ട് ആരാണ് ഇതിൽ അഭിനയിക്കുന്നത്? രാഹുലാണ്, അവിടെ രാഹുൽ എന്ന് ചേർത്ത് കൊടുക്കുക. അടുത്തത് മൻ യുമസ്സിലുൽ ജുന്ദിയു സൈനികനായിട്ട് അഭിനയിക്കുന്നത് ആരാണ്? സൽമാൻ എന്നവിടെ ചേർത്ത് കൊടുക്കുക. അടുത്തത് നുൻഷിദു നമുക്ക് പാടാം, വനതദവ്വഖു നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. എന്താണ് അതിൽ പറയുന്നത്? യാ ഷഹീദ് അൽ വതനി, ഷഹീദ് രക്തസാക്ഷി, യാ ഏ രക്തസാക്ഷിയായ രാജ്യത്തിന്റെ, വതൻ രാഷ്ട്രം, രാജ്യത്തിന്റെ രക്തസാക്ഷിയായവനെ, യാ സഈമൽ വതൻ രാജ്യത്തിന്റെ സഈം നേതാവായവനെ, യാ അമീറൽ ഉമം അമീർ നേതാവേ, ഉമം സമൂഹത്തിന്റെ സമുദായത്തിന്റെ നേതാവേ, യാ മുഖീമൽ കിയം മുഖീം നിലനിർത്തുന്നവനെ, കിയം മൂല്യങ്ങളെ നിലനിർത്തുന്നവനെ, അൻത റംസുൽ കറം അൻത താങ്കള്, റംസുൻ സിംബലാണ് അടയാളമാണ്, കറം മാന്യതയുടെ അടയാളമാണ്, അൻത കെൻസുൽ ഹിമം താങ്കള് മനക്കരുത്തിന്റെ നിധിയാണ്, കെൻസ് നിധി, ഹിമം മനക്കരുത്ത്. തീർത്ത താങ്കളായി തീർന്നു, നൂറൽ അമനി നൂറ് പ്രകാശം, അമൻ സുരക്ഷിതത്വത്തിന്റെ പ്രകാശമാണ് താങ്കള്, ഫീ സബീലിൽ വത്വൻ രാഷ്ട്രത്തിന്റെ വഴിയില്, രാജ്യത്തിന്റെ പാതയില് നിർഭയത്വത്തിന്റെ പ്രകാശമാണ് താങ്കൾ. പേജ് നമ്പർ 57 എന്താണെന്ന് നോക്കാം.
നഖ്റഉ നമുക്ക് വായിക്കാം, വനുക്മിലു നമുക്ക് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഇവിടെ മൻ ഹാദ അതുപോലെ തന്നെ മൻ ഹാദിഹി എന്ന് വെച്ച് ചോദ്യം ചോദിക്കാനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് അർത്ഥം. ഹാദ എന്നത് മുദക്കർ പുല്ലിംഗമായ വേടിന്റെ കൂടെയാണ് ഹാദ വരിക, എന്നാൽ സ്ത്രീലിംഗമായ വേടിന്റെ കൂടെയാണ് ആദിഹി വരിക. മുഅന്നസായ വേടിന്റെ കൂടെയാണ് ഹാദിഹി വരിക. മൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ക്വസ്റ്റ്യൻ വേർഡാണ്. മൻ ഹാദ ഇത് ആരാണ്. ഇവിടെ ഗാന്ധിജിയുടെ ഫോട്ടോയാണ് കാണുന്നത്. ഇത് ഗാന്ധിജിയാണ് എന്നെങ്ങനെ പറയാം? ഹാദ മഹാത്മാ ഗാന്ധി. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ ഒരു വല്യുമ്മയെ കാണാം, ഗ്രാൻഡ് മദർ. അപ്പോൾ ഇത് ആരാണ് എന്ന് എങ്ങനെ ചോദിക്കാം? മൻ ഹാദിഹി. കാരണം ഹാദ എന്ന് വരാത്തതിന്റെ കാരണം സ്ത്രീയോടാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹാദിഹിയാണ് ഉപയോഗിക്കുക. മൻ ഹാദിഹി ഇതാരാണ്? ഹാദിഹി ജദ്ദത്തുൻ ഇത് വല്യുമ്മയാണ്. നോക്കൂ, നെഹ്റുവിനോടാണ് ചോദിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഹാദയാണ് വരിക. മൻ ഹാദ ഇതാരാണ്? ഹാദ ജവഹർലാൽ നെഹ്റു ഇത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഒരു സൈനികനോടാണ് ചോദിക്കേണ്ടത്, ഇതാരാണെന്ന് എങ്ങനെ ചോദിക്കാം? മൻ ഹാദ ഇതാരാണ്? ഹാദ ജുൻദിയുൻ ഇത് സൈനികനാണ്. പേജ് നമ്പർ 58. നഖ്റഉ നമുക്ക് വായിക്കാം. നോക്കൂ, ഇവിടെ റെഡ് കളറിലെ ഐന് ഒയിന് എന്നീ ലെറ്റേഴ്സ് ചേർന്ന് വന്നിരിക്കുന്നു. ഫസ്റ്റിലും മിഡിലില് നടുവിലും ലാസ്റ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ അവയുടെ മാറ്റം നോക്കൂ. അസലുൻ അസലുൻ തേന്, മിൽഅഖത്തുൻ സ്പൂണ്, റബീഉൻ വസന്തം, ദിറാഉൻ മുഴം, ഇറാഉൻ പശ, ബബ്ഉ തത്ത, സംഉൻ പശ, ദിമാഉൻ തലച്ചോറ്. ഈ വേർഡ്സുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിൽ വന്ന ഐനിന്റെ ലെറ്റർ, നടുവിൽ വന്ന ലെറ്ററും ലാസ്റ്റ് വന്ന ലെറ്ററും എഴുതുമ്പോൾ തമ്മിലുള്ള മാറ്റം ശ്രദ്ധിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. ഒയിനും അതുപോലെ തന്നെയാണ്. നോക്കൂ, ഫസ്റ്റിലും നടുവിലും ലാസ്റ്റിലും വന്നപ്പോൾ എന്തൊക്കെ മാറ്റമാണ്? ഫസ്റ്റിലും നടുവിലും വന്നപ്പോൾ അതിന്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നോക്കൂ, നുലവ്വിനു നമുക്ക് കളർ കൊടുക്കാം. ഐന് ഒയിന് എന്നീ രണ്ട് ലെറ്റേഴ്സിന്, അക്ഷരങ്ങൾക്ക് നമുക്ക് കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ അവിടെ കൊടുക്കുക. മഞ്ഞ കളറോ അവിടെ കൊടുക്കുക. ഐന് ഒയിനിന് മഞ്ഞ കളർ കൊടുക്കാം. അത് ഫസ്റ്റിൽ വന്നപ്പോൾ അതിന്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തു വന്നു. നടുവിലായപ്പോൾ നോക്കൂ, ലാസ്റ്റ് വന്നപ്പോൾ എന്തൊക്കെ മാറ്റമാണ്? ഇത് കളർ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഫസ്റ്റില്, അതുപോലെ തന്നെ മിഡിലില്, നടുവിലും ലാസ്റ്റും വരുന്ന വേറെയും വേർഡ്സുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതി പഠിക്കണം. നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നെസിലു നമുക്ക് ചേർക്കാം. അൽ ഹുറൂഫ ലെറ്റേഴ്സുകളെ ചേർത്തെഴുതാം. ഇവിടെ ലെറ്റേഴ്സുകൾ ഒറ്റയായിട്ട് വേറിട്ട് കൊടുത്തിട്ടുണ്ട്. അവയെ ചേർത്ത് നമുക്ക് എഴുതാം. അ ഫ് വുൻ ചേർത്ത് വായിക്കുമ്പോൾ അഫ്വുൻ എന്നാണ്. അഫ്വുൻ അഫ്വുൻ. അതുപോലെ അടുത്തത് നോക്കൂ, ലഅസുൻ 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 ലഅസുൻ. ചേർത്തെഴുതാൻ പഠിക്കണം. അടുത്തത് നോക്കൂ, ബദീഉൻ. യാ ഇട്ട് നീട്ടിക്കാണ്. ദാലിനെ നീട്ടാൻ യാ ചേർത്തു. ബദീഉൻ ബദീഉൻ ബദീഉൻ. ഷിറാഉൻ ഷിറാഉൻ. ഷിറാഇനെ നീട്ടാൻ അലിഫ് ഇട്ട് കൊടുത്തു. റാഉൻ ഷിറാഉൻ. ഇന്ന് നമ്മൾ പഠിച്ചു വന്നത് മൻ ഹാദ മൻ ഹാദിഹി വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും
അതുപോലെ തന്നെ ഐന്, ഒയിന് ഇവ ഫസ്റ്റിലും മിഡിലും ലാസ്റ്റിലും വരുമ്പോഴുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കി. അതുപോലെ നിങ്ങൾ ഏതാനും വേർഡ്സുകൾ പുതിയതായിട്ട് പതാക നിർമ്മാണം, അതുപോലെ തന്നെ മാഗസിൻ തയ്യാറാക്കല്, ചിത്രീകരണം, പാട്ട്, സ്വാതന്ത്ര്യദിനം ഇവക്കൊക്കെ അറബിയിൽ പറയുന്ന വേർഡുകൾ അർത്ഥസഹിതം നിങ്ങൾ ഈ വേർഡ്സുകൾ എഴുതി പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി അസ്സഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.